പ്രിയപ്പെട്ടവരെ, ആരാധനാ ക്രമവത്സരത്തിലെ അവസാന കാലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. പള്ളിക്കൂദാശ കാലം. പള്ളിക്കൂദാശ എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറഞ്ഞാൽ സഭയാണ്, കൂദാശ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയാണ്. യഥാർത്ഥത്തിൽ ഈ കാലം അർത്ഥമാക്കുന്നത് യുഗാന്തത്തിൽ സഭയെ പിതാവായ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിലുള്ള വായനകളൊക്കെ യുഗാന്ത്യോന്മുഖതയെ മുൻനിർത്തിയുള്ള സുവിശേഷ ഭാഗങ്ങളാണ്. അന്ത്യവിധിയും മഹത്വപൂർണമായ ആഗമനവും ഒക്കെ പറയുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ധ്യാനിക്കാനുള്ളത്. നമ്മൾ പള്ളിക്കൂദാശ കാലമായതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച, ആദ്യ ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കാൻ സഭ നൽകുന്ന സുവിശേഷ ഭാഗം സഭയെക്കുറിച്ച് തന്നെയുള്ള, സഭാസ്ഥാപനത്തെക്കുറിച്ച് തന്നെയുള്ള സുവിശേഷ ഭാഗമാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള സുവിശേഷ ഭാഗമാണ്. അവിടെ ഈശോ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിനുശേഷം ഈശോ ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ്ലീഹ ഉത്തരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അപ്പോൾ ഈശോ പറയുന്നു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത്. കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലം ഹെർമോൻ മലയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമാണ്. കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞാൽ ഫിലിപ്പിൻ്റെ കേസറിയ എന്നാണ്. മഹാനായ ഹെറോദേസ് ചക്രവർത്തിയുടെ മകനായ ഫിലിപ്പ് രാജാവ് പണിത പട്ടണമാണ് ഈ കേസറിയ ഫിലിപ്പി. അവിടെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ സമ്മിശ്രമായി നിലകൊണ്ടിരുന്നു. അത് പൂർണ്ണമായും ഒരു വിജാതീയ നഗരമായിരുന്നു. ഒരുപാട് ദേവന്മാരുടെയും ദേവതമാരുടെയും ഒക്കെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈശോ ചോദിക്കുന്നത്. ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത, ഈശോയെ പരീക്ഷിക്കാൻ വരുന്ന നിയമജ്ഞരോ മറ്റ് ഫരിസേയരോ ഒന്നുമില്ല, സ്വച്ഛന്തമായ സ്ഥലമാണ്. അങ്ങനെ ഒരു മലഞ്ചെരുവിലൂടെ ഈശോ അങ്ങ് പോകുമ്പോഴാണ് ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്. ഈശോ കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് തന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നത്, അല്ലെ തന്നെ നിർവചിക്കാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് സൂചനയൊന്നും നമുക്ക് ലഭിക്കാൻ മേലാത്ത വിഷമസന്ധിയുടെ നടുവിലാണ് ദൈവം തമ്പുരാൻ നമ്മെ അവിടത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസദാർഢ്യത്തെ പരീക്ഷിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, കുറേ കാലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാന കഴിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കാണുന്നത്, മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ ഏങ്ങലടിച്ച് കരയുന്നതാണ്. എന്നിട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ കാൽപാദങ്ങളിൽ പിടിച്ച് അതിങ്ങനെ കുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. അതിനുശേഷം ആ സ്ത്രീ വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പാവപ്പെട്ട സ്ത്രീയാണ്, ഒരു മകള് മാത്രമേ ഉള്ളൂ, ആ മകളെ കെട്ടിച്ചു വിട്ടു. പക്ഷേ ആ ഭർത്താവ് മോശം സ്വഭാവമുള്ളവനായിരുന്നു. അവന് ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. പക്ഷേ അവന് ഈ കുഞ്ഞിനെ ഉൾപ്പെടെ ഉപേക്ഷിച്ചു. അപ്പോൾ ആ മകള്, ഈ അമ്മയുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഇവർ അവസാനം ഉപേക്ഷിച്ചതിനാൽ ജീവനാംശത്തിന് വേണ്ടിയൊക്കെ ഇത് കൊടുത്തു, കോടതിയിലേക്കൊക്കെ നീങ്ങി. പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്താലാണോ എന്താണോ എന്നറിയത്തില്ല, കുടുംബ കോടതിയിൽ നിന്ന് പോലും ഇവർക്കെതിരായിട്ട് വിധി വന്നു. തലേ ദിവസമാണ് വിധി വന്നത്. അതാണ് ആ പാവ സ്ത്രീ പിന്നെ രൂപത്തിങ്കൽ വന്ന് ആ ദിവസം ഇങ്ങനെ കരയുന്നത്. ഞാൻ ആ സ്ത്രീയെ ധൈര്യപ്പെടുത്തുന്ന സമയത്ത് ആ സ്ത്രീ തന്നെ തിരിച്ചു വരികയാണ്, അച്ഛാ, ഈശോ ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ കൈവിടില്ല. എനിക്ക് ആ സമയത്ത് വല്ലാത്ത ഒരു മനസ്സിന് വല്ലാത്ത ഒരു വിഷമം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മനസ്സ് ഇങ്ങനെ വല്ലാതെ നിറഞ്ഞുപോയി. കാരണം പാവപ്പെട്ട സ്ത്രീ ഇത്രയെല്ലാം തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ വന്നിട്ട് പറയാണ്, ഈശോ ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങൾ ഈശോയെ കൈവിടില്ല അച്ഛാ. അതിനുശേഷം ആ സ്ത്രീ പറയുന്നു, അച്ഛാ, എപ്പോഴെങ്കിലും ഇത് ഈശോ ഞങ്ങൾക്ക് ശരിയാക്കി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
അങ്ങനെ ആ സ്ത്രീ പോകുന്നു. അവസാനം 1-2 മാസത്തിന് ശേഷം ആ സ്ത്രീ വിശ്വസിച്ച പോലെ തന്നെ സംഭവിച്ചു. ആ ജീവനാംശത്തിന് വിധി വരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ പേരിൽ ഇത്ര സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ ഈശോ നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നത് ഇതുപോലുള്ള സന്ദർഭം. ഹെസറിയ ഫിലിപ്പി ഒരു പ്രതീകമാണ്. അതിനുശേഷം അപ്പോൾ അവർ പറയുന്ന മറുപടി, ജനങ്ങൾ പറയുന്ന മറുപടി അവർ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ ഈശോയെക്കുറിച്ച് കരുതിയത് എങ്ങനെയാണെന്നുള്ള ധാരണയാണ്. ചിലർ ജെറമിയ എന്ന്, ചിലർ സ്നാപയോഹന്നാൻ, ചിലർ ഏലിയ എന്ന്. നോക്കൂ, ഇസ്രായേൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രതയും തീഷ്ണതയും നിറഞ്ഞവരായിരുന്നു ഇവർ. ഏലിയ, സ്നാപയോഹന്നാന്, അതുപോലെ ഏലിയ പ്രവാചകൻ അഗ്നിരഥത്തിലെടുക്കപ്പെട്ട് ജെറമിയ ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും. അപ്പോൾ അത്രമാത്രമാണ്, അങ്ങനെ ഒരു പ്രതീകത്തിലാണ് അവർ ഈശോയെ കണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ തീഷ്ണതയും തീവ്രതയും നിറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് ഈശോയെ അവർ കണ്ടതെന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. എന്നിട്ടാണ് ഈശോ അത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നവരോട്. അപ്പോഴാണ് പത്രോസ്ലിയായി ഉത്തരം പറയുന്നത്. ആ സമയത്ത് പശ്ചാത്തലത്തിൽ പിന്നാമ്പുറത്ത് ഒരു കാര്യമുണ്ട്. അവിടെ അഗസ്റ്റസിൻ്റെ ഒരു വലിയ പാറയുണ്ട്. ഈശോ അങ്ങനെ പോയി ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ ആ പാറയുടെ മുകളിൽ അഗസ്റ്റസ് ദേവൻ്റെ ക്ഷേത്രവുമുണ്ട്. ഇത് പശ്ചാത്തലമാക്കി നിർത്തിക്കൊണ്ടാണ് ഈശോ പത്രോസിനോട് പറയുന്നത്, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. അഗസ്റ്റസിൻ്റെ ക്ഷേത്രവും ഈ പാറയും പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈശോ പറയുന്നത്. ഒരു പുതിയ ചരിത്രത്തിന് ആവിർഭാവം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈശോ പത്രോസ്ലിയായെ നിയമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, എനിക്ക് ഈശോ ആരാണ്? പത്രോസ്ലിയായെ പോലെ പാറ പോലുള്ള വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ ഈ കാലത്ത് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഓർക്കുന്ന, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു യുവാവ്, അവന് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ചെന്ന് അവിടുന്ന് പുറത്തു വരുന്ന സമയത്ത് പിന്നീട് അവൻ പറയാണ്, ജീസസ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റിംഗ് താൻ ഡ്രഗ്സ്. ആ സമയത്ത് അവൻ ബൈബിളെല്ലാം വായിച്ചു, സുവിശേഷങ്ങൾ വായിച്ചു. അതിൽ നിന്ന് അവനുണ്ടായ അപാരമായ ബോധ്യമാണ്. അപ്പോൾ പാറ പോലത്തെ വിശ്വാസത്തിലേക്ക് നമ്മൾ വരും. ഈ അടുത്ത കാലത്ത് നമ്മൾ ഓർക്കുക, നമ്മളെങ്ങനെയാണ് ഈശോയെ മഹത്വപ്പെടുത്തുന്നത്? നമുക്ക് ഈശോ ആരാണ്? അവിടുത്തെ സന്ദേശങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നുണ്ടോ? പത്രോസ്ലിയ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നമ്മൾ നടത്തുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ വനിതാ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ നടന്നത് ബോംബെയിൽ വെച്ച്? ഓസ്ട്രേലിയ ആയിരുന്നല്ലോ എതിരാളികൾ. അവിടെ 338 റണ്ണിൻ്റെ വലിയ മല പോലത്തെ ആ റൺ ചേസ് ചെയ്ത് ഇന്ത്യ വിജയിക്കുന്നത് ഒരു വനിതാ ക്രിക്കറ്ററിൻ്റെ ചുമലിലേറിയാണ്, ജമീമ റോഡ്രിഗസ്. അവള് രണ്ടാമത്തെ ഓവറിൽ നിന്ന് 50-ാം ഓവർ വരെ നിന്നിട്ട് ഇന്ത്യയെ വിജയിപ്പിച്ചിട്ട് അവസാനം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അവൾ ആദ്യം പറയുന്നു, ഐ താങ്ക് ജീസസ് എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ദൈവം എനിക്ക് വേണ്ടി, ഹീ ഫോട്ട് ഫോർ മീ. എന്നിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ എൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ അവൻ എൻ്റെ ബലമായിരിക്കും എന്ന് പറഞ്ഞ് ആ ലോകം മുഴുവനുള്ള, നോക്കുക എന്തൊരു വലിയ മെസ്സേജാണ്. ഒരു കാലത്ത് അവളുടെ അപ്പനെയും ഒക്കെ മതപരിവർത്തനക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന ആ ഒരു പെൺകുട്ടി ലോകത്തിന് മുഴുവൻ വലിയ സാക്ഷ്യമായി മാറും. ജെ ഡി വാൻസിനോട്, അമേരിക്കൻ വൈസ് പ്രസിഡന്റിനോട് കഴിഞ്ഞയാഴ്ചയാണല്ലോ ഒരു കോളേജ് വിദ്യാർത്ഥിനി ചോദിക്കുന്നത്, കോളേജ് വിദ്യാർത്ഥി പരീക്ഷിക്കുകയാണല്ലോ, സോ യു ആർ എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത്, ജെ ഡി വാൻസ് പറയും, ഐ വാസ് ഏർലിയർ ആൻ അഗ്നോസ്റ്റിക്, ഈവൻ ഐ ക്യാൻ സേ ഐ വാസ് ആൻ എത്തയിസ്റ്റ്. ഞാനൊരു നിരീശ്വരവാദി എന്ന പോലെ ജീവിച്ചിരുന്ന ആളാണ്, പക്ഷേ എന്നെ ഒരു പ്രീസ്റ്റാണ് കാത്തലിസിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആൻഡ് നൗ ഐ ആം ഫോളോയിങ് ദ ഗോസ്പൽ പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ എനിക്ക് സുവിശേഷമാണ് വലുത്. എന്നിട്ട് അദ്ദേഹമാണല്ലോ ഇലക്ഷൻ്റെ സമയത്ത് ജീസസ് ഈസ് കിങ് എന്ന് പറഞ്ഞ് ഒരു ജനാവലിയെ കൊണ്ട് മുഴുവൻ ഏറ്റുചൊല്ലിപ്പിച്ചത്. ദൃഢമായിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ എത്രയോ മനുഷ്യരിങ്ങനെ പറയുന്നത് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കിട്ടിയതാണ്. ആ വീഡിയോയിൽ ഇതാണ്, ഒരു ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ്, അവർ ഉത്സവത്തിന് വേണ്ടി അവർ പോകുന്നു. അപ്പോൾ ഒരു വീട്ടിൽ കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി സംഭാവന
ആകാനായിട്ട് വരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ നിരങ്ങി വരുന്ന പെൺകുട്ടിയാണ്. അവസാനം 100 രൂപ അവൾ കൊടുക്കുന്നു. അവസാനം മുമ്പോട്ട് പോയതിന് ശേഷം അവർ നോട്ടീസ് തന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് അന്ന് കിട്ടിയ പണം മുഴുവൻ ആ നോട്ടീസിൻ്റെ അകത്തുണ്ട്. അതിങ്ങനെ വീഴുമ്പോൾ അവർ കരയുന്നു. ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നു. നമ്മൾ പ്രിയപ്പെട്ടവരെ അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ നമ്മൾ കാണുന്നുണ്ട്. ആ അവരുടെ വിശ്വാസം അവർ പ്രഘോഷിക്കുന്നു പല രൂപത്തിൽ. പക്ഷേ നമ്മൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ക്രൈസ്തവ ദർശനങ്ങളും നോക്കുക, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും വലിയ ആ പ്രബോധനങ്ങളോ അതിൻ്റെ സന്ദേശമോ അതിൻ്റെ കാരുണ്യമോ ഒന്നും നമുക്ക് നിർഭാഗ്യവശാൽ നൽകാനാകുന്നില്ലല്ലോ. നമുക്കിങ്ങനെയുള്ള ഈ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു, അത് കണ്ടപ്പോൾ വലിയൊരു ദുഃഖം തോന്നി. നമുക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ്. ഏതെല്ലാം തരത്തിലാണ് എനിക്ക് മിശിഹായെ മഹത്വപ്പെടുത്താൻ പറ്റുന്നത്? എൻ്റെ ജീവിതത്തിൽ മിശിഹ ആരാണ്? നമ്മുടെ യുവതലമുറയ്ക്കൊക്കെ ഈശോയോടുള്ള സ്നേഹത്തിൽ അവരെ വളർത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള മാതാപിതാക്കന്മാർ ചിന്തിക്കേണ്ടതാണ്. എന്തുമാത്രമാണ് ഈശോയോടുള്ള സ്നേഹം കൊച്ചു തലമുറയ്ക്ക് ഉണ്ടാകുന്നത്, എന്തുമാത്രമാണ് സുവിശേഷ കാര്യങ്ങളോട് പ്രതിബദ്ധതയുണ്ടാകുന്നത് എന്ന് നമ്മൾ ഈ പള്ളിക്കൂദാശ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ധ്യാനിക്കേണ്ടതാണ്. Subscribe now and press the bell icon. Never miss an update.